നമ്മൾക്ക് ഈ ഗോവിന്ദചാമിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത്, ഇയാളുടെ ക്രൂരതകളെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സൗമ്യയുടെ അമ്മയുടെ മുഖമാണ്. അതായത് 2011 ഫെബ്രുവരി 1-ാം തീയതി പെൺമക്കളുള്ള അമ്മമാരെ സംബന്ധിച്ച് കണ്ണീരണിഞ്ഞ ദിവസം. അതിനുശേഷം വലിയ നിയമപോരാട്ടം നടത്തിയ അമ്മ തൻ്റെ മകളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ആ കൊടും കുറ്റവാളിക്ക് തൂക്കുകയർ ലഭിക്കാൻ വേണ്ടി പോരാട്ടം നടത്തി. പിന്നീട് ആ വർഷം തന്നെ, അതായത് 2011 നവംബറിൽ തന്നെ ഗോവിന്ദചാമിക്ക് തൃശ്ശൂർ അതിവേഗ കോടതി തൂക്കുകയർ വിധിച്ചു. ഹൈക്കോടതിയും കീഴ്ക്കോടതിയുടെ വിധി ശരിവെച്ചു. പക്ഷേ ഗോവിന്ദചാമിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പല ഉന്നത കരങ്ങളും ശ്രമിക്കുന്നു. സുപ്രീം കോടതി വരെയും പ്രതിഭാഗം പോകുന്നു. ഒടുവിൽ കൊലക്കുറ്റം തെളിയിക്കാൻ സുപ്രീം കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ വരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, പിന്നീട് ഗോവിന്ദചാമിയുടെ ശിക്ഷ, വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് സൗമ്യയുടെ അമ്മ സുമതിയെ തന്നെയാണ്. ഇന്ന് അതിലും ഞെട്ടലുളവാക്കിയൊരു ദിവസം. സൗമ്യയുടെ അമ്മ തന്നെ സ്പോട്ട് ലൈവിൽ ചേരുന്നുണ്ട്. അമ്മ, ഇന്ന് ഈ ഗോവിന്ദചാമി രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എല്ലാ അമ്മമാർക്കും അവരെ ഏറെ ഭയപ്പെടുത്തിയൊരു സംഭവമാണ്. ഇതുപോലൊരു കൊടും കുറ്റവാളി, ലൈംഗിക വൈകൃതമുള്ളൊരു വ്യക്തി പുറത്തിറങ്ങിയാൽ ഞങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പല അമ്മമാരും ആശങ്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് അമ്മയ്ക്ക് തോന്നിയത്? ഗോവിന്ദചാമി രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തോന്നിയത് എന്താണ്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വാർത്ത രാവിലെ ഒരു ചാനലിലെ കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഈ സംഭവം ഞാൻ രാവിലെ അറിയണത് തന്നെ. ഇങ്ങനെ ഗോവിന്ദചാമി ജയിലിൽ ചാടി എന്നുള്ള വിവരം ഇതറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോവുക ചെയ്തത്. കാരണം ഞാൻ ഈ 15 വർഷം ഈ 5-6 മാസമായി ഞാൻ ഇതേ വാക്ക് എന്നും ഉച്ചരിച്ചു കൊണ്ടിരിക്കണം. ഞാൻ അനുഭവിച്ച വേദന ഇനിയൊരമ്മയും ഈ ലോകത്തിൽ കരയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയേറെ നമ്മൾ അത് ഒരു ദുഃഖമായ ഒരു കാര്യമാണ്. അപ്പം ഇന്നിപ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു മനസ്സുള്ള ഇവൻ ജയിലിൽ ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുക, എത്ര സ്ത്രീകളുടെ ജീവിതം എന്തായി പോകും എന്നുള്ളൊരു വല്ലാത്തൊരു ദുഃഖമായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. വിഷമങ്ങൾ മൊത്തം എനിക്കതായിരുന്നു. ഇവനെ എത്രയും പെട്ടെന്ന് പിടിക്കണം, അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുള്ളൊരു ചിന്ത. പിന്നെ എൻ്റെ മനസ്സിലാകാനുള്ളൊരു ചിന്ത അത് മാത്രമായിരുന്നു. എത്രയും വേഗം അവനെ പിടിക്കപ്പെടണം. അവന് ഒരാളുടെ മുമ്പിലും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അത് അത്രയും വലിയൊരു അവസ്ഥയാണത്. പിന്നെ ഇവൻ ജയിലിൽ ചാടി പറയുന്നുണ്ട്. ഈ ജയിലിൽ ചാടിയന് തീർച്ചയായും ഇവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്രയധികം ഉയരമുള്ള, ഏകദേശം 7 മീറ്ററോളം ഉയരമുള്ള ഒരു ജയിലിൽ നിന്നും ഈ ഗോവിന്ദചാമി ചാടണമെങ്കിൽ അവിടെ സ്വാഭാവികമായും ഒരു സഹായം ലഭിച്ചിരിക്കണം. എന്താണ് അമ്മയ്ക്ക് തോന്നുന്നത്? അത്തരം ഒരു ജയിൽ അധികൃതരുടെ ഭാഗത്തൊരു വീഴ്ച ഈ ഗോവിന്ദചാമിക്ക് ഒരു സഹായം നൽകിയെന്ന് അമ്മ കരുതുന്നുണ്ടോ? അവനൊരു സഹായം ഇല്ലാതെ, ഒരാളുടെ സഹായം ഇല്ലാതെ തീർച്ചയായും. കാരണം നമുക്കറിയാം അമ്മയുടെ നിയമം. കാരണം ഇപ്പൊ അവര് പറയണ കുറെ ദിവസങ്ങളായി. പറയൂ. പറയാം. ഹലോ. അല്ല, ഇതിനകത്ത് നമുക്കറിയാം ഈ സൗമ്യയുടെ ദാരുണമായ ആ മരണം സംഭവിച്ചത് പിന്നാലെ അതിനുശേഷം ഉണ്ടായ സംഭവവികാസങ്ങൾ, ഗോവിന്ദചാമിക്ക് വേണ്ടി പല ഉന്നതരും രംഗത്തിറങ്ങുന്നു. അതായത് മുംബൈയിൽ നിന്ന് പോലും വക്കീലന്മാരുടെ നീണ്ട നിരയെത്തുന്നു. സുപ്രീം കോടതി വരെ ഒരു നിയമപോരാട്ടം പ്രതിഭാഗത്തിന് നടത്തണമെങ്കിൽ നിസാര തുക പോരാ, ലക്ഷങ്ങൾ അതിനുവേണ്ടി ചെലവഴിച്ചു. ഒരു ഭിക്ഷാടനം നടത്തിയിരുന്ന ഒരു ഗോവിന്ദചാമി, എങ്ങനെയാണ് ഗോവിന്ദചാമിക്ക് ഇത്രയധികം സാമ്പത്തികം ലഭിച്ചത്? ആരാണ് അയാളെ സഹായിച്ചത്? ആ സംഘം തന്നെ ആയിരിക്കുമോ ഇപ്പോഴും ഗോവിന്ദചാമിയെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ചതെന്നാണോ അമ്മയുടെ ഒരു അമ്മ എന്താണ് തോന്നുന്നത്? ഞാനിപ്പം ഇവന്റെ പിന്നിലുള്ള ആൾക്കാരുടെ കാര്യം എനിക്ക് വ്യക്തമല്ല, അങ്ങനെയെല്ലാം പറഞ്ഞു കേട്ട ഒരു അറിവുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ പറയണു, ഈ ഗോവിന്ദചാമി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ ആരുടെല്ലോ സഹായം അവനുണ്ടായിട്ടുണ്ട്.
അവനല്ലാതെ ഒരിക്കലും അവന് ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു മതിലും ഈ ജയിലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനും എല്ലാ സൗകര്യങ്ങളും ആരോ അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാരണം 2-4 പോലീസുകാർ കാവലുള്ള ഒരാളാണ് ഈ ഗോവിന്ദൻ ചാമി. എത്രയും വലിയൊരു ക്രിമിനലാണ് അവൻ. ആ ക്രിമിനലിനെ പിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇത് പുറത്തില്ലാതെ എങ്ങനെ പുറത്തിറങ്ങുന്നത്? അല്ലാതെ അവന് എങ്ങനെ പുറത്തിറങ്ങാൻ കഴിയും? അവന് പുറത്തിറങ്ങാൻ കഴിയും? അപ്പം അത് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ പിന്നെ ഈ മതില് ഇത്രയും വലിയ മതിലാണിത്, ചെറിയ മതിലൊന്നും അല്ലത്. അത്രയും വലിയ മതിലിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം പുറത്തിറങ്ങി ഈ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനവനൊരു പിന്നിലൊരാളില്ലേ? ഇതിൻ്റെ അകത്ത് ഈ പിന്നെ ഈ മതിലിനെന്തോ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇത് വെച്ചിട്ടുണ്ടെന്ന് പറയണ്ടേ. ഇതിനെല്ലാം കവിച്ച് വെച്ചിട്ടാണ് ഈ ആൾ ഇവൻ ഇറങ്ങി വന്നിരിക്കണത്. അപ്പം അത് കണ്ടെത്തണം എന്തായാലും. ഇപ്പം ഈ ഉണ്ടായ സംഭവങ്ങൾ ഇതെങ്ങനെയെന്നുള്ളത് കണ്ടെത്തിയേ പറ്റുള്ളൂ. ഇത്രയും സുരക്ഷിതമായി ഈ ജയിലിനുള്ളിൽ കിടക്കുന്ന ഇവൻ പുറത്തിറങ്ങി വന്നിട്ട് ഇത് എങ്ങനെ ചെയ്യാൻ? അപ്പം അതൊരു വലിയ തന്നെ പിഴവല്ല അവരുടെ അടുത്ത് പറ്റിപ്പോയിരിക്കണത്. അങ്ങനെ ഒരു പിഴവ് പറ്റാൻ പാടുണ്ടോ? ഇത് ചെറിയൊരു ക്രൂരതയല്ല. ഒരു പെൺകുട്ടി സൗമ്യ എന്ന് പറയുന്ന ആ കുട്ടീനെ പിച്ച് ചീന്തി അവളെ ഇനി എങ്ങനെയല്ലേ ഉപദ്രവിക്കാൻ പറ്റുമോ? അതെല്ലാം ചെയ്ത് അത്രയും വേദന അനുഭവിച്ചിട്ടാണ് എൻ്റെ മകള് പോയിരിക്കുന്നത്. ആ മകളുടെ അവൾ അനുഭവിച്ച വേദന, അവളനുഭവിച്ച ദുഃഖങ്ങള് ഇന്ന് ഈ 15 കൊല്ലം ഈ 6 വർഷമായി ഞാൻ ആ ദുഃഖം പേരും കൊണ്ട് നടക്കണത്. അതൊരിക്കലും ശരിയല്ല. കാരണം ഇത് ഇവൾക്ക് ഇവിടെ ഇവന് പുറത്തിറങ്ങാൻ ആരാണ് സഹായിച്ചത്? അത് കണ്ടെത്തിയേ മതിയാവുള്ളൂ. അതെനിക്ക് എന്തായാലും അത് കണ്ടെത്തിയത് അറിയണം. പിന്നെ ഇവന് ഇത്രയും കാലം വെച്ചപ്പോൾ ഇനി അവന് തൂക്കുകയറ് മാത്രമേ അവന് കിട്ടാവൂ. ഇനി അവനത് മാത്രമേ അവനെ അറിയിക്കുന്നുള്ളൂ. അവന് അതിന് മേലെ ഇത് അറിയിക്കുന്നില്ല. അത്രയും ക്രൂരമായ ഒരു ഇവിടെ നമുക്കറിയാം സൗമ്യ ദാരുണമായി കൊല്ലപ്പെട്ട് ആ വർഷം തന്നെ നവംബറിൽ തന്നെ തൃശൂർ അതിവേഗ കോടതി ഗോവിന്ദചാമിക്ക് കൊടും കുറ്റവാളിക്ക് തൂക്കുകയർ വിധിച്ചതാണ്. പിന്നീട് ഹൈക്കോടതിയും അത് ശരിവെച്ചതാണ്. പക്ഷെ അതിനുശേഷം പ്രതിഭാഗം സുപ്രീം കോടതിയിൽ പോകുന്നു. ഒറ്റക്കയ്യനായിട്ടുള്ള ഗോവിന്ദചാമിക്ക് ഒരു പെൺകുട്ടിയെ സൗമ്യയെ കൊലപ്പെടുത്താൻ കഴിയുകയില്ല എന്ന വാദം നിരത്തുന്നു. ഈ വാദം സ്വാഭാവികമായും ഇത്തരം സംശയങ്ങൾ സുപ്രീം കോടതി ജഡ്ജിമാർ പോലും ഉന്നയിച്ചതാണ്. അങ്ങനെ തെളിവുകളുടെ അഭാവത്തിൽ കൊലക്കുറ്റം ഒഴിവാക്കുന്നു. അതിനുശേഷമാണ് ഗോവിന്ദചാമിയുടെ ഈ വധശിക്ഷ ഒഴിവാക്കുന്ന സാഹചര്യം പോലും ഉണ്ടായത്. പക്ഷെ ഇവിടെ വളരെ വ്യക്തമല്ലേ, ഈ ഒറ്റക്കൈ കൊണ്ട് ഇത്രയധികം ഉയരമുള്ള ഒരു ജയിൽ ചാടാൻ കഴിയുമെങ്കിൽ വളരെ വ്യക്തമായ കാര്യമാണ്. ആ ഒറ്റക്കൈ ഉപയോഗിച്ച് തന്നെ ആ ദാരുണമായ സംഭവം, അത്രയും ക്രൂരമായ കൃത്യം നടത്താനും ഇയാൾക്ക് കഴിയില്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വലിയ പിന്നെ ഈ ഇത്രയും